അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വെച്ചിട്ട് അതായത് ഇപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോൾ വരുന്ന രീതിയിൽ നമുക്ക് ഹായ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡ് ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യുക, ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എങ്ങനെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെയാണ് റൺ ചെയ്യുക എന്നൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ അവയർനെസ് ക്യാമ്പയിൻ, ട്രാഫിക് ക്യാമ്പയിൻ, എല്ലാ ക്യാമ്പയിൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നതിന് മുന്നേ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് തന്നെയാണ് എന്ത് ചെയ്യുക, ഈ ക്യാമ്പയിന് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് മെറ്റ ബിസിനസ് സൂട്ട് ആഡ് മാനേജർ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടില്ല. ഒന്നാമത് ഇത് വലിയൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിൻ്റെ ക്യാമ്പയിനാണ് റൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സെയിൽസ് ക്യാമ്പയിൻസ് റൺ ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സെയിൽ ക്യാമ്പയിൻ എങ്ങനെയാണ് റൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് മാനേജറിലേക്ക് വരിക. അപ്പോൾ ആഡ് മാനേജർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മുന്നത്തെ വീഡിയോസിൽ ഉണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആഡ് മാനേജറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാനായിട്ട് പറ്റും, ഏറ്റവും അവസാനമായിട്ട് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെയിൽസ് എന്നുള്ള ക്യാമ്പയിൻ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒന്ന് കൺവേർഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിലുള്ള കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതിലിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതിലേക്കൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എൻക്വയറീസോ അല്ലെങ്കിൽ നമുക്ക് വിൽക്കാനായിട്ടോ സാധിക്കുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ആക്ഷൻ വെച്ചിട്ട് അതായത് ഇപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോൾ വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ക്യാമ്പയിന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ താഴത്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് കഴിക്കും കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് റൺ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നമുക്ക് എന്താ ഇതിലുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാനുവൽ സെയിൽസ് ക്യാമ്പയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഇതിന് മുന്നേ ക്യാമ്പയിൻ റൺ ചെയ്തപ്പോഴൊക്കെ നോക്കിയിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പേരുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. ഫസ്റ്റത്തെ പേജിലും രണ്ടാമത്തെ പേജിലും മൂന്നാമത്തെ പേജിലും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ ക്യാമ്പയിനെ ഒരു നെയിം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം കാറ്റഗറീസ്. ഇപ്പോൾ ഈ ഒരു കാറ്റഗറീസിൽ പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കൊടുത്തേ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ആഡ് ഇതിൽ അപ്രൂവ് ആവാതിരിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ആഡ് അക്കൗണ്ടിന് വരെ ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടതോ അതേപോലെ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആഡ്സ് ഒക്കെ നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ എംപ്ലോയ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ജോബ് ഓഫർ അങ്ങനെയൊക്കെ നമ്മളായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നെങ്കിൽ ഇതിലുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് തിരഞ്ഞെടുക്കുന്നില്ല, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആഡല്ല നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും, നമ്മളെ കാറ്റലോഗ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ കാറ്റലോഗ് കാര്യങ്ങളും കൊടുക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഓഫാക്കാനും ഓണാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു സെയിൽ ക്യാമ്പയിൻ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. എന്നിട്ട് നേരെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ബഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ബഡ്ജറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് റൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതേപോലെ രണ്ടാമതുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം ആണ്. ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് ആ ഒരു പൈസയ്ക്ക് മാത്രം ആഡ് ഓടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ലൈഫ് ടൈമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എത്ര, നമുക്കൊരു 5000 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ. അപ്പോൾ ഒരു 5000 ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ ഒരു 5000 കഴിയുന്നവരെ നമുക്ക് ഒരു ആഡ് റൺ ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുക, ഇതേപോലുള്ള ഈ ഒരു ക്യാമ്പയിൻ എന്ത് ചെയ്യുക, ലൈഫ് ടൈമിലേക്ക് മാറ്റി കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ABC ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
അടുത്ത പേജിലേക്ക് ഇപ്പോൾ ഇവിടെ താഴത്ത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് പുതിയ പേര് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് കൺവേർഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. കൺവേർഷൻ എന്നുള്ള ഓപ്ഷനിൽ നേരെ ഇവിടെ നമുക്ക് വെബ്സൈറ്റ്, അതേപോലെ ആപ്പ്, പിന്നെ വെബ്സൈറ്റ് ആൻഡ് ആപ്പ്, പിന്നെ മെസ്സഞ്ചർ, അതേപോലെ തന്നെ കോള് കണ്ടു. അതപ്പോൾ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, വെബ്സൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണോ, ഇവിടെ കാണാനായിട്ട് സാധിക്കും താഴത്ത് വരുന്ന സമയത്ത് എന്ത് പിക്സൽ. ഈ പിക്സൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് ആളുകൾ എന്ത് ചെയ്യും, കയറും. അപ്പോൾ അതിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അവർ അതിനുള്ളിൽ പലതരത്തിലുള്ള ആക്ഷൻ എടുക്കും. ഓക്കെ, ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇ-കൊമേഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കുക, നമ്മളതിൽ കുറേ പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്, നമ്മൾ സെല് ചെയ്യാനായിട്ട് വെച്ച ഒരുപാട് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ പുതിയതായിട്ട് വരുന്ന ഒരാൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അത് നമ്മുടെ കാർട്ടിലിട്ട് വെച്ചു എന്ന് വിചാരിക്കാം, ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ അവിടെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെയുള്ള ആക്ഷൻസ് എടുത്ത ആളുകളെ, അതേപോലെ തന്നെ നമ്മളെ കോൾസ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആളുകളെ ഓരൊക്കെ നമുക്ക് എന്താ പറ്റും, ഈ പിക്സൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പിക്സൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ സ്ട്രാറ്റജീസിൻ്റെ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം. ഓക്കെ, ആ വീഡിയോയിൽ ഈ പിക്സൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നില്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോളിലേക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ലീഡ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കോൾ എന്നുള്ളത് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കുറേ പേജുകൾ കാണും. ഓക്കെ, അത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു പേജ് അതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു പേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നേരെ എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ഡേറ്റും അതേപോലെ തന്നെ ക്യാമ്പയിൻ എന്നാണ് എൻഡ് ആവേണ്ടത് എന്നുള്ള ആ ഒരു ഡേറ്റും നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത എമൗണ്ട് 5000 ആണ്. അപ്പോൾ ആ 5000ൽ എത്ര ദിവസമാണ് നമുക്ക് ഓടേണ്ടത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഇവിടെ ഇന്ത്യ എന്നുള്ളത്, അപ്പോൾ നമുക്ക് ഇന്ത്യ മൊത്തം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ഥലം മാത്രം മതി, ഇന്ത്യ ഫുള്ളായിട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, കേരള എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരള മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കേരള മാത്രമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമുക്കിവിടെ കാണിക്കണ്ട, ഇപ്പോൾ പാലക്കാട് നമുക്ക് എന്ത് ചെയ്യണ്ട, ആഡ് കാണിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പാലക്കാട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നേരെ ഇവിടെ എക്സ്ക്ലൂഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെൻറ്റ് ആ ഒരു ഭാഗത്ത് റൺ ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത്, നിങ്ങളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസൾട്ടിന് വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്യാമ്പയിൻസ് റൺ ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, സ്ഥലം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓഡിയൻസ് സജഷൻസ് കാണും, അത് ഓപ്ഷനിലാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങളുടെ ഫേസ്ബുക്കിലൊക്കെ കയറിയിട്ട് പോയ ആളുകളുണ്ടാവും, വെറുതെ അക്കൗണ്ട് നോക്കാനായിട്ട് കയറിപ്പോയ ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ മാത്രം വെച്ചിട്ട് നമുക്കൊരു ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ അക്കൗണ്ടിൽ കയറിയ ആളുകളെ മാത്രം ഈ ആഡ് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കസ്റ്റം ഓഡിയൻസ് എന്ന് പറയും. അതായത് ഇതുപോലുള്ള ഓഡിയൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, എന്നിട്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കസ്റ്റമായിട്ട് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ കാണുന്ന സേവ് ഓഡിയൻസ് എന്നുള്ളത്. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇങ്ങനെ ഈ രീതിക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലേസ്മെൻറ്റ് കാര്യമൊക്കെ അറിയാം. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ അതേപോലെ ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ അതിൽ റീൽസ് ഉണ്ട്, അതേപോലെ സ്റ്റോറീസ് ഉണ്ട്, ഫീഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ സ്ഥലത്താണ് അഡ്വർടൈസ്മെൻറ്റ് വരേണ്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കിയിട്ടുണ്ട്. സെയിം സംഭവമാണ്, അതിൻ്റെ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിലും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളെ ആവശ്യമനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞാൽ അതല്ല
ഓട്ടോമാറ്റിക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് തന്നെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ ചെയ്യാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഇത് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതായത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേര് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പേജ്, അതേപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതായത് നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണക്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഇതിൽ നമുക്ക് കാണിക്കുക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ക്രിയേറ്റ് അഡ്വർടൈസ്മെൻറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് പോസ്റ്റ്, അതായത് ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ക്രിയേറ്റ് പോസ്റ്റാണ്. ഓക്കെ, ക്രിയേറ്റ് പോസ്റ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് കാർഡ്സ് എന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് നമ്മളിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഇതൊരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ കാണണ്ട, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഫോട്ടോ എടുത്ത് പോട്ടുന്നത്. ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ ഒരിക്കലും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ വേണം എന്ത് ചെയ്യാൻ, ഇവിടെ ഇടാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് സൈഡിലായിട്ട് കാണും ഇത് പ്രിവ്യൂ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് കാണിക്കുക എന്നൊക്കെ നമുക്ക് ഇവിടെ സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഹെഡ്ലൈൻ കൊടുക്കണം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇപ്പോൾ എന്താണോ പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആ പ്രൊഡക്റ്റിനുള്ളത് എന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ നമ്മളെ ഹെഡ്ലൈനിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കണം. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്പർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു സെയിലാണ് അല്ലെങ്കിൽ ചെറിയ ലൊക്കേഷൻ എന്നുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്പർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വരിക, അവിടെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞില്ലേ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ആളുകളെ ട്രാക്ക് ചെയ്യാനായിട്ട്, അതിനാണ് ഈ ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ അതിന് വേണ്ടി തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് എന്ത് ചെയ്യുക, ഒരു സെയിൽസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ഇവിടെ റെഡിയായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നീട് പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് റൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു സെയിൽസ് ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കൂടുതൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളോട് ചോദിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ഇനി എന്ത് ഡൗട്ടും പെട്ടെന്ന് ചെയ്ത് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു രീതിക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ സെയിൽസ് ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ വരും, അത് ഉറപ്പായിട്ടും വരും. കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തെറ്റ് പറ്റും. ഓക്കെ, അപ്പോൾ തെറ്റ് തന്നെയാണ് ശരിയാവുക. നിങ്ങളത് വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. രണ്ടുപേർക്ക് അവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഇതിന് മുന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇനി വരുന്ന വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കീപ്പ് വാച്ചിങ്.